മുമ്പോട്ട് നീങ്ങുന്നത്. ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. താങ്കളുടെ വിധേയത്വം ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയേക്കാൾ രമേശ് ചെന്നിത്തലയേക്കാൾ ആന്റണിയോടാണ്. ഉമ്മൻചാണ്ടിയോട് രമേശിനോട് എനിക്ക് ഒരു വിധേയത്വമില്ല, അയക്കാനോട് മാത്രമാണ്. ഉമ്മൻചാണ്ടി രമേശിനെ ഞാൻ സ്നേഹിക്കുന്നു, അവർ എൻ്റെ ലീഡേഴ്സാണ്, അവരെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷേ വേറൊരു രീതിയിൽ ഞാൻ കാണുന്നത് AK ആന്റണി എന്ന മനുഷ്യനില്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടിയും രമേശും കേരളത്തിന്റെ കോൺഗ്രസിന് പറ്റിയ നേതൃത്വമല്ല എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇതുപോലെ നല്ലൊരു കോമ്പിനേഷൻ, ഇപ്പം ആ കോമ്പിനേഷനെതിരായിട്ട് പലരും അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരർത്ഥവുമില്ല. അവർ ചെയ്യുന്ന പോലത്തെ പ്രവർത്തനവും ഈ കാലഘട്ടത്തിൽ അവർ ചെയ്യുന്ന സേവനവും അവരെ മാറ്റി ഒരാളെ വെക്കാനില്ല. എന്തൊക്കെ പറഞ്ഞാൽ ഇന്ന് KPC പ്രസിഡന്റ് എന്ന രീതിയിൽ രമേശ് ചെന്നിത്തലയും പാർട്ടി ലീഡർ എന്ന രീതിയിൽ ഉമ്മൻചാണ്ടിയും ആ ലീഡർഷിപ്പിനെ ചോദ്യം ചെയ്യാൻ ഇന്ന് ആർക്കും സാധ്യമല്ലാത്ത രീതിയിൽ അവർ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അതുപോലത്തെ സേവനമാണ് അവർ. അടുത്ത ഇലക്ഷൻ നമുക്ക് റിസൾട്ട് ഉണ്ടാകാൻ പോകുന്നത് ഈ കോമ്പിനേഷൻ. ഈ തെരഞ്ഞെടുപ്പിൽ UDFന് നല്ല സാധ്യതയുണ്ട്. പക്ഷേ വിചാരിക്കാത്ത പല പ്രശ്നങ്ങളും ഇപ്പോൾ UDF നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ കാണുന്നത് എങ്ങനെയാണ്? ഇതിനെയൊക്കെ തരണം ചെയ്യാൻ കഴിയുമോ? കേരളത്തിലെ പ്രതിപക്ഷത്തിന്, ഉമ്മൻചാണ്ടി രമേശ് നയിക്കുന്ന പ്രതിപക്ഷത്തിനെ പറ്റി ഏക അബദ്ധം, ഊതി വീർപ്പിക്കപ്പെട്ട ഒരു ബലൂണാണ് VS അച്യുതാനന്ദൻ. അച്യുതാനന്ദൻ ചെയ്ത ഒരു പ്രവർത്തനം മാർക്സിസ്റ്റ് പാർട്ടി ഞാൻ ഒരു കാരണവശാലും അംഗീകരിക്കാത്ത പാർട്ടിയാണ്. പിണറായി വിജയനോട് യാതൊരു വിധത്തിലും അംഗീകരിക്കാത്ത ഒരു കോൺഗ്രസ് പ്രവർത്തനം ഞാൻ. പക്ഷേ ആ ഒരു പാർട്ടിക്കൊരു സ്ട്രക്ചറുണ്ട്, ഒരു പാർട്ടിക്കൊരു ലൈനുണ്ട്. അതിനേക്കാൾ മേലെയാണ് താൻ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അച്യുതാനന്ദൻ നടത്തിയ സർക്കസുകൾ. അത് കണ്ട് സന്തോഷിച്ച് അച്യുതാനന്ദനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷം എടുത്തതാണ് ഈ അവസാന കാലഘട്ടത്തിൽ തിരിച്ചു ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ഇത് തന്നെ മലപ്പുറം പൊളിറ്റിക്സിലുണ്ടായി. മുസ്ലിം ലീഗിനിടയ്ക്കൊരു ക്ഷീണമുണ്ടായി. ലീഗ് എപ്പോഴും അന്തസ്സുള്ള ഒരു പാർട്ട്ണറാണ് UDFന്റെ. ലീഗിന് ക്ഷീണം ഉണ്ടായിക്കഴിഞ്ഞ് ലീഗ് മടങ്ങി വരുന്നു. എന്താ ജോണി മടങ്ങി വരാനുള്ള കാരണം? ഒന്ന്, അവരുടെ കേഡേഴ്സ്. ഞാൻ മലബാറിലായതുകൊണ്ട് എനിക്കറിയാം, വളരെ ശക്തമായ കേഡേഴ്സ്. അവരുടെ യൂത്ത് ലീഗ്, അതിൻ്റെ MSF വേറെ നമുക്ക് ഒരു അസൂയത്തക്ക രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ ആ പണ്ടുണ്ടാക്കിയ കഥകളൊക്കെ പോയ ഘട്ടത്തിലാണ് ഇന്ത്യ വിഷനിൽ ഇത് വന്നത്. ഈ ഒരു പുതിയ വെളിപ്പെടുത്തലുകൾ എന്ന് പറഞ്ഞ് ഞാനൊരു ഗൂഢാലോചന കോൺസ്പിറസിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ എനിക്കൊരു അഭിപ്രായം വന്നിരുന്നു, അവിടെയും ഈ അച്യുതാനന്ദനെ പോലെ തന്നെ പാർട്ടിക്ക് അതീതമായിട്ടുള്ള ഒരു വ്യക്തിത്വം മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പേരിലുണ്ട് എന്ന് അറിയാതെ ഒരു തെറ്റിദ്ധാരണയിൽ ശ്രീ മുനീർ അകപ്പെട്ടു പോയ പോലെ എനിക്ക് തോന്നുകയുണ്ടായി. CH വേർപ്പൊഴുക്കിയ ഒരു പ്രസ്ഥാനത്തെ ഒരു സന്നിഗ്ധ ഇലക്ഷന്റെ ഒരു മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ആ പ്രസ്ഥാനത്തെ പ്രതിക്കൂട്ടിലാക്കത്തക്ക രീതിയിലുള്ള വാർത്തകൾ വരുന്നത് നിയന്ത്രിക്കുവാൻ മുനീറിന് കഴിയണമായിരുന്നു. പക്ഷെ ഒരു പാർട്ടിക്കാരൻ മാത്രമായി താങ്കൾ മുനീറിനെ കാണുന്നത് കൊണ്ടല്ലേ ഈ വാദം ഉണ്ടാവുന്നത്? ഞാനൊരു കാര്യം ജോണിയോട് ചോദിക്കട്ടെ. മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എഡിറ്റോറിയൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നു. അങ്ങനെ സമ്പൂർണമായ എഡിറ്റോറിയൽ സ്വാതന്ത്ര്യം അത്യപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ. എല്ലാത്തിനും ഒരു ലക്ഷ്മണ രേഖയുണ്ട്. മുനീർ ചെയ്തത് തെറ്റായാലും ശരിയായാലും ഈ ഐസ്ക്രീം പാർലർ കേസിൽ ഉൾപ്പെടെ ഉണ്ടായ പുതിയ വെളിപ്പെടുത്തലുകൾ അത് അന്വേഷിക്കേണ്ടതല്ലേ? അത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നില്ലേ? ഒരു കാരണവശാലും ബാധിക്കത്തില്ല. ഇപ്പൊ എന്താ സ്ഥിതി എന്നറിയാം? മലബാറിലെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മുസ്ലിം കേന്ദ്രങ്ങളിൽ, ലീഗ് കേന്ദ്രങ്ങളിലും ലീഗ് ഇന്ന് വളരെ ശക്തമാണ്, UDF ശക്തമാണ്. കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് സംശയങ്ങളില്ല. ഇത് കുഞ്ഞാലിക്കുട്ടിയെ വീണ്ടും ട്രാപ്പ് ചെയ്യാൻ 15 കൊല്ലം കഴിഞ്ഞിട്ടൊരു കേസ് കൊണ്ടുവരുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലെന്ന് മാത്രമല്ല, ഇതിനെ ഫേസ് ചെയ്യാൻ ജനങ്ങൾ തയ്യാറാണ്. ജോണി ഒരു കാര്യം നോക്കിയോ, 16 സീറ്റ് എൻ്റെ മലപ്പുറത്തുണ്ട്. ഏറി വന്നാൽ ഒരു സീറ്റ് ചിലപ്പോൾ പോയേക്കാം, 15 സീറ്റ് ജയിക്കും, അല്ലെങ്കിൽ 16 ജയിക്കും. ഏതെങ്കിലും തരത്തിൽ കേസിനെ നേരിടുന്ന ആളുകൾ, അത് ഏത് മുന്നണിയിലായാലും, അവർ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്ന് മാറി നിൽക്കണം എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഒരിക്കലുമില്ല. കാരണം നമ്മുടെ ജൂറിസ്പ്രുഡൻസിന്റെയും നമ്മുടെ ക്രിമിനൽ ലോയുടെയും എല്ലാത്തിന്റെയും അടിസ്ഥാന തത്വം എന്ന് വെച്ചാൽ അൺപ്രൂവ്ഡ് ഗിൽറ്റി ആർ ഇന്നസെന്റ്. അപ്പോൾ അത് കുറ്റക്കാരനാണ് എന്ന് അറിയുന്നത് വരെ അത് ഇന്നസെന്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റുകയുള്ളൂ. അത് ജനസമ്മതിയുള്ള നേതാക്കൾ. താങ്കൾക്കറിയാവുന്നതുപോലെ KSU യൂത്ത് കോൺഗ്രസും ഒക്കെ യുവാക്കൾക്ക് കൂടുതൽ സീറ്റ് നൽകണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നും മത്സരിക്കുന്ന
ജയിച്ചാലും തോറ്റാലും എന്നും മത്സരിക്കുന്ന നേതാക്കളെ കുറെ പേരെങ്കിലും മാറ്റി നിർത്തണമെന്നുള്ള ചിന്തയും ശക്തിപ്പെട്ടിട്ടുണ്ട്. അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അങ്ങനെ ചെയ്യേണ്ടതല്ലേ? ഒന്നാമത്തെ കാര്യം, ഇതിന്റെ അകത്തൊക്കെ വിജയസാധ്യത നമുക്ക് നോക്കണം. വിജയസാധ്യത നോക്കാൻ പ്രാപ്തമായ ഒരു നേതൃത്വം കേരളത്തിലുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി കേരളത്തെ നയിക്കുന്ന ലീഡർഷിപ്പുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞു ഉമ്മൻചാണ്ടി രമേശൻ, ആന്റണി വയലാറവി, പിന്നെ അസംഖ്യം നേതാക്കന്മാർക്കെല്ലാം അഭിപ്രായങ്ങൾ പറയാം. ഇപ്പം ഞങ്ങളൊക്കെ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതെല്ലാം കൂടെ നോക്കിയിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ പാർലമെന്റിലുള്ളത് കോൺഗ്രസിലാണ് ഉള്ള ഒരു മുന്നേറ്റം നടക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ ചെറുപ്പക്കാർക്ക് എന്ന് പറഞ്ഞ് ഒരു കാരണവശാലും ഒരു സ്ഥലത്തും ക്ലിക്ക് ചെയ്യാത്ത, ലാൻഡ് ചെയ്യാൻ പറ്റാത്ത ചെറുപ്പക്കാരെ കൊണ്ട് നിർത്തിയിട്ട് കാര്യമില്ല. കൂടുതൽ ചെറുപ്പക്കാർക്ക് കൊടുക്കണം, കൂടുതൽ വനിതകൾക്ക് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് സീറ്റ് കൊടുക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കുറെ കാലമായിട്ട് MA ഷാനവാസിനെ ടെലിവിഷൻ ചാനലുകളിൽ കാണുന്നുണ്ടായിരുന്നില്ല. അപ്പൊ പൊതുവേദികളിൽ കാണുന്നതിൽ കൂടുതൽ താങ്കൾ ടെലിവിഷൻ ചാനലിലാണ് കാണുക എന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. ഏറെക്കുറെ അത് ശരിയുമായിരുന്നു. അപ്പൊ ഈ അസുഖമായിരുന്ന സമയത്ത് ഏതെങ്കിലും ഡിബേറ്റ് താങ്കൾക്ക് മിസ് ചെയ്തതുപോലെ തോന്നിയോ? ഇപ്പൊ 2G സ്പെക്ട്രത്തിന്റെ കാര്യത്തിലോ? എനിക്ക് ഒരുപാട് ഡിബേറ്റുകൾ എനിക്ക് മിസ് ചെയ്തു. കാര്യം TV പിന്നെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഇത് കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചില ചാനലുകളിലൊക്കെ വന്നിട്ട് ഈ ഇടതുപക്ഷ MPമാരും ഒക്കെ വന്നിട്ട് ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ചൊക്കെ പറയുന്ന വർത്തമാനം കേൾക്കുമ്പോൾ അറിയാതെ ഇങ്ങനെ കൈ ചുരുട്ടി അവിടെ ഇരിക്കുക എന്നുള്ളതല്ലാതെ, പിന്നെ മാത്രമല്ല ചാനലിന്റെ ആങ്കേഴ്സ് അവരെന്നെ വിളിച്ചിട്ട് വിനു, വേണു ഇവരെല്ലാം വിളിച്ചിട്ട് പറയും, സാറില്ലാത്തതിന്റെ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് പറയും. പൊതുവെ ടെലിവിഷനെ കുറിച്ചിട്ട് രാഷ്ട്രീയ നേതാക്കളൊക്കെ പറയുന്നത് അവർ പറഞ്ഞ പഴയ കാര്യങ്ങളൊക്കെ എടുത്ത് വീണ്ടും വീണ്ടും കാണിക്കുന്നത് കൊണ്ട് ഇതൊരു ശല്യമാണ് എന്നാണ്. പക്ഷെ താങ്കൾക്ക് ഈ ടെലിവിഷൻ ഗുണം ചെയ്തു എന്നാണ് പറയുന്നത്. എന്നെ വയനാട്ടിൽ, ഞാൻ പണ്ട് പഠിച്ചതൊക്കെ കോഴിക്കോടാണെങ്കിലും വയനാട്ടിൽ എനിക്കൊരു ഐ റിക്വയർഡ് നോ ഇൻട്രൊഡക്ഷൻ. ജനങ്ങൾക്ക് മുഴുവൻ അറിയാം, എന്റെ പേരറിയാം, എന്നെ അറിയാം. പിന്നെ എന്നോടിപ്പോ ജനം ചോദിക്കുന്നത് എന്താ അറിയോ, എവിടെയാണ് 2.5 മാസമായിട്ട് കാണുന്നില്ല, അസുഖത്തെക്കുറിച്ച് അറിയാത്തവർ പോലും എത്ര കഥ വരുന്നത്. പിന്നെ എന്റെ പാർട്ടി, എന്റെ കൺവിക്ഷൻ ഉള്ള എന്റെ പ്രസ്ഥാനത്തിന്, എന്റെ നേതൃത്വത്തെയും ഡിഫെൻഡ് ചെയ്യാൻ ഇതിനേക്കാൾ വലിയൊരു വേദിയില്ല. ജനലക്ഷങ്ങൾ കാണുകയാണ്. അപ്പൊ അതിനേക്കാൾ വലിയൊരു വേദിയില്ല. ആ വേദി ഞാൻ ശരിക്കും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോ രാഷ്ട്രീയ നേതാക്കളോടുള്ള താങ്കളുടെ ഉപദേശം എങ്ങനെയാണ്? ടെലിവിഷൻ ഏത് തരത്തിൽ ഉപയോഗിക്കണമെന്നാണ്? എന്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവ് എന്ന് പറഞ്ഞാൽ, നിങ്ങളൊക്കെ മാത്രം ചാനൽ ഇരുന്നാൽ മതിയോ, ഞങ്ങൾക്കൊക്കെ ഒരു അവസരം തരണേ. ഞാൻ പറഞ്ഞു ശരി, ഇന്നത്തെ താമ്പോ എന്നും പറഞ്ഞ് ഞാൻ ഒരു ചാനൽ പുള്ളിയെ പറഞ്ഞു വിട്ട് കഴിഞ്ഞ് പുള്ളി അവിടെ കുളവാക്കി. ആ ചാനൽ ചർച്ച കഴിഞ്ഞിട്ട് എന്നോട് ഒന്ന് പറഞ്ഞ് പറഞ്ഞ് ഇനി ദയവേത് ഇതുപോലത്തെ ആൾക്കാരെ വിടരുതെന്ന്. ജോണി, ഇത് നിസ്സാരമല്ല. ഇവിടുത്തെ നിങ്ങളുടെ ആങ്കേഴ്സൊക്കെ ഇരുന്ന് ഒരുപാട് ഒരു ടീമാണ് അവർക്ക് സ്റ്റഡി ചെയ്ത് കൊടുക്കുന്നത്. ഒരു വിഷയം ഇന്നതാണെന്ന് പറയുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് മുഴുവൻ സ്റ്റഡി ചെയ്ത് എന്റെ ജൂനിയേഴ്സ് ആയിട്ടുള്ള പ്രവർത്തകരോട് പോലും അഭിപ്രായങ്ങൾ ചോദിച്ച് പഠിച്ച് ഞാനെല്ലാം നോട്ട് ചെയ്ത് വെക്കും. നോട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ ഉണ്ടാവും, നോക്കേണ്ടി വരത്തില്ല. അങ്ങനെ പഠിച്ചിട്ടാണ് വരുന്നത്. എനിക്ക് പറയാനുള്ളത്, പഠിക്കാതെ പോയിട്ട് ഒരു കാര്യമല്ല. വളരെ യു വിൽ ബി ഓർഫൻഡ് ഇൻ ദി ചാനൽ ഡിസ്കഷൻ. കാലം ഒരുപാട് വലിയ മാറ്റങ്ങൾ ഷാനവാസിലും വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നേരിട്ടതിലും വലിയ ഒരു പരീക്ഷണം താങ്കൾക്ക് ഇനി ജീവിതത്തിൽ ഉണ്ടാവും എന്ന് കരുതുന്നുണ്ടോ? ഉണ്ടായാലും സർവശക്തന്റെ അനുഗ്രഹത്താൽ അതിനെ അതിജീവിച്ചേ മതിയാകൂ. അതിജീവിക്കാനുള്ള മാനസികമായ കരുത്തുണ്ട്, മാനസികമായ ഒരു തീരുമാനമുണ്ട്. കാരണം ഒരുപാട് പേര് ഒരു സ്നേഹവും ഒരു പ്രാർത്ഥനയും കിട്ടി. ഞങ്ങളുടെ ബിഷപ്പ് 2-3 പ്രാവശ്യം എന്നെ വന്ന് ഇവിടെ കണ്ട്. അപ്പോൾ ഈ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥനയിൽ അതിനെല്ലാം അതിജീവിക്കാനുള്ള മനക്കരുത് മനുഷ്യന് ചെയ്തേ മതിയാവും. കാര്യം നമ്മൾ പിന്നെ ജോണി, നമ്മുടെ കൺട്രോളിലൊന്നുമില്ല. നമ്മളാരുമല്ല, വെറും നിസ്സാരന്മാരാണ്. ഈ ജീവിതത്തിൽ ഈ ലോകത്ത് നമ്മൾ വെറും നിസ്സാര പുഴുക്കൾ മാത്രമാണ്. നമ്മളൊന്നുമല്ല എന്ന് പറയുവാനും ജീവിതത്തിൽ അഹങ്കരിക്കാതിരിക്കാനും കുറെ നല്ല കാര്യങ്ങൾ ശേഷിക്കുന്ന കാലഘട്ടത്തിൽ ചെയ്യുക, അതാണ് പ്രതിജ്ഞ. അപ്പോ അതിനുള്ള കരുത്ത് താങ്കൾക്കുണ്ടാവട്ടെ. വളരെ നന്ദി. താങ്ക് യു.